ഹലോ, അപ്പം ഇന്ന് ഞാൻ സൽമാനും കൂടെ പാണ്ടിക്കാട് പോകാൻ വേണ്ടി ബസ്സിന് വെയിറ്റിങ്ങിലേനു. അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിലൊക്കെ കയറി നമ്മൾ പാണ്ടിക്കാട് നന്മലാവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് പറഞ്ഞ ദിവസമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നാൽ കേട്ടോ. അങ്ങനെ ഞാൻ ഗ്ലൂക്കോസ് വെള്ളത്തിന് വേണ്ടി വെയിറ്റിങ്ങിലേനു. ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ശേഷം പിന്നെ ഒന്നും തിന്നാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചാൽ കുറച്ച് പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 പ്രഗ്നൻസിയിലും വൊമിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലൂക്കോസ് വെള്ളം എന്ന് വെച്ചാൽ നല്ല മധുരമാണ്. എനിക്ക് ഓൾറെഡി മധുരത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി അതോങ്ങനെ ഞാൻ അങ്ങനെ വൊമിറ്റ് ചെയ്യുക. കാരണം വലിയൊരു ഗ്ലാസ് വെള്ളം കുടിക്കുവാണല്ലോ, അത് ഒരുമിച്ച് കുടിക്കുവാണ്, കുറച്ച് കുറച്ച് അപ്പിളിപ്പിളിട്ട് കുടിക്കാനും പറ്റില്ല. അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ല. അപ്പോൾ ഇനി 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതോടെ എനിക്ക് ബാങ്കിൽ പോകാണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് അത്രമാത്രം ചൂടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും തിന്നാനും കുടിക്കാനും പറ്റില്ല. അപ്പോൾ സന്മോനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക വിചാരിച്ച് എനിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 2 മണിക്കൂറായത് നമ്മൾ അറിഞ്ഞതില്ല. അപ്പം എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഇപ്പോഴും ഇഞ്ചക്ഷൻ പേടി കേട്ടോ. എന്താ 2 പ്രഗ്നൻസിയിലും TTയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. കാലം മാറുന്തോറും നമുക്ക് എല്ലാ കാര്യങ്ങളും മാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ബ്ലഡ് എടുക്കലും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ കുത്തോളം ഭയങ്കര പേടിയൊക്കെ, ചിന്തിക്കുമ്പോഴൊക്കെ പേടിയൊക്കെ. കുത്തിക്കഴിഞ്ഞാൽ ഞാനൊക്കെ എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേദനിച്ചോ എന്താ പ്രശ്നതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിസ്റ്റർ എല്ലാ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം രക്തക്കെടുത്ത് പിന്നെ എനിക്ക് സമാധാനമായിട്ടോ. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ 1 മണിക്കൂർ കഴിയും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിന്നാൻ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഹോട്ടൽ തപ്പിക്കൊണ്ട് നടക്കണം. ഹോട്ടലല്ല, നമുക്ക് ചോറിൻ്റെ ആവശ്യമില്ല, നമ്മൾ മുടിക്കോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് തിന്നാൽ ചോറ് വിചാരിച്ചു. അപ്പോൾ തൽക്കാല വിശപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിന്നത് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൂൾ ബാർ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തായാലും നമുക്കൊരു കൂൾ ബാർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്, ചുമൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കൂൾ ബാറും അടിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താണ് നമ്മളിവിടെ കയറിയിട്ട് സമൂസയും പപ്സും പിന്നെ അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടത്ത് വന്നുകൊണ്ട് അവൽ മിൽക്ക് കുടിച്ചപ്പോൾ നല്ലൊരു സമാധാനം കേട്ടോ. നമ്മളതെല്ലാം കുടിച്ചിട്ട് ഇനി മുടിക്കോട് പോവുകയാണ്. മുടിക്കോട് അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. വണ്ടി കൊണ്ടുവരാനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. വണ്ടി കൊണ്ട് തിരിച്ചു മടങ്ങുമ്പോൾ റിസൾട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വാങ്ങാമല്ലോ. അങ്ങനെ നമ്മൾ അതെല്ലാം കുടിച്ച് മുടിക്കോടുക്ക് പോയി അവിടെ കുറച്ച് ഇടയ്ക്ക് നിന്നു. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കാനും അപ്പോൾ വരുവോളം നിന്നില്ല. വരുവോളം നിന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിഞ്ഞ് പോകുക പിന്നെ പോകാമെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മയും തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്ന്. അപ്പം ഇനി വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാൻ വിചാരിച്ചുകൊണ്ട് മുട്ട വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ മുട്ടക്കടയിൽ നിന്നിട്ട് മുട്ട വാങ്ങൽ, കാരണം അവിടെ നിന്ന് കുറച്ച് വിലക്ക് കുറവായിരിക്കും. പിന്നെ ജിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലെറ്റേഴ്സ് വേണം, എയർബെൻഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ലെറ്റേഴ്സൊക്കെ വാങ്ങി. പിന്നെ നമ്മളെത്തുമ്പോൾ തന്നെ പൊന്നു സ്കൂളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിന്. ബർഗറിന് കുറച്ചും കൂടെ അപ്പുറം പോകണം. അപ്പോൾ ഒന്നും കൂടെ ലേറ്റ് ആവില്ലേ വിചാരിച്ചുകൊണ്ട് ഞാൻ ഷവർമ വാങ്ങി. പിന്നെ നമുക്ക് എന്നും ഇതൊക്കെ തന്നെ പണി, അപ്പോൾ ബർഗർ പിന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഷവർമ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിനുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ടാ.